തരുന്നത്. അല്ലാതെ നമ്മളെ ആരും നക്ഷത്രങ്ങൾ എടുത്തില്ല. നമ്മളിങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകൾ അവരൊക്കെ ഓരോ ആകാശമാണ്. അവരുടെ കണ്ണുകളിലൂടെ നമുക്ക് പ്രകാശമാകുന്നു. നമ്മുടെ അക്ഷരങ്ങൾ അവർ വായിക്കുന്നു. അപ്പോ വാക്കുകൊണ്ട് ഇവിടെ പറഞ്ഞതിലെ വാക്കെരിയുന്നവരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നത് എന്താണ് കൂട്ടുകാരി, ഓർക്കാൻ പുറത്തൊരു ചെമ്പരത്തി. അതുകൊണ്ട് അവരുടെ സ്ത്രീകൾ തന്നെ കൂടുതലായി. ഇപ്പൊ തന്നെ കേട്ട ഒരു കവിത സ്ത്രീപക്ഷ രചനയാണ്. മരിക്കാൻ കിടക്കണം, ഉറങ്ങാൻ പോണെന്നല്ല പറഞ്ഞത്. അങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്, ശരിയാണ്. മരിക്കാൻ കിടക്കുന്ന കഥകളെടുത്തിട്ടാണ് പോയത്. അതിലും മാധവിക്കുട്ടി നെയ്പായസം ചെയ്തത് മരിച്ചു പോകുമ്പോഴും കുട്ടിക്ക് കഴിക്കാനുള്ള പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അതാണ് ഒരു സ്ത്രീയുടെ ജന്മം. അപ്പൊ കുറച്ച് നേരമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കൂട്ടത്തില് ഒരു പുസ്തകമോ ഒരു ഡയറി കുറിപ്പിലെങ്കിലും എന്തെങ്കിലും 2 വരി കുറിച്ച് വെക്കുക. അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എഴുത്താണി കൊള്ളുക തന്നെ ചെയ്യും. അപ്പോ നമുക്ക് സ്ട്രഗിൾ ഓഫ് മെൻ എപ്പോഴും തന്നെ പവർ ഓഫ് മെമ്മറി അഗെയിൻസ്റ്റ് ഫോർഗെറ്റിംഗ്. ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭവും മതി, നമുക്ക് ഇതൊക്കെ ഇല്ലാതെ പോകും. പിന്നെ എഴുത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രജ്ഞയോടെ ഇരിക്കുന്ന, സമാധാനത്തിലിരിക്കുന്ന സമയത്ത് പറ്റുന്നത് പോലെയൊക്കെ എഴുതാൻ സമയം കണ്ടെത്തുക. എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക. അവനവൻ എന്നുള്ളതല്ല, അതിലൊപ്പം മറ്റുള്ളവനെ കൂടി ചേർത്ത് പിടിക്കുക. വായനയാണ് നമുക്ക് നമ്മളെയൊക്കെ എവിടെയെങ്കിലും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതുപോലെ ഒരു പുതിയ പുസ്തകം PMS സെമിനാറിന്റെ ഇടയിൽ വാങ്ങി. അത് ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് കളിയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, രാജീവ് കുമാർ. അതായത് ഞങ്ങളുടെയൊക്കെ തലമുറ അർജന്റീനയും ബ്രസീലൊക്കെയാണ്. പുതിയ തലമുറ, എൻ്റെ കുട്ടികള് പോർച്ചുഗലാണ്. അവര് പോർച്ചുഗലിന്റെ പ്ലെയേഴ്സിനൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മൾ അന്തപ്പെടും. എനിക്കിപ്പോ പുതിയ തലമുറയിലെ ആകെ അറിയാ നിക്കോ പാസിനെയാണ്. കാരണം മെസ്സിക്ക് ശേഷം നമ്മൾ കാണുന്നത് നിക്കോ പാസാണ്. അപ്പോൾ അങ്ങനെ പുതിയ കാലത്ത് പുതിയ ട്രെൻഡ് എന്താണോ അതിനനുബന്ധമായ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയല്ലല്ലോ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പറയാം. അപ്പം നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. അവനവൻ്റെ സൃഷ്ടി നടന്നോട്ടെ, ഒപ്പം മറ്റൊരു സൃഷ്ടി കൂടി വായിച്ചുകൊണ്ട് നമ്മുടെ ജൈവപരതയെ ഊർജ്ജപ്പെടുത്താൻ മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കൂട്ടായ്മക്ക് ഇത്ര വിപുലമായ പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ടീച്ചറെ. നല്ല